കക്കാടംപൊയിൽ നമ്മൾ പല പ്രാവശ്യം കക്കാടംപൊയിൽ വന്നിട്ടുണ്ടാവും. നമ്മളിവിടെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ കക്കാടംപൊയിലിൻ്റെ ആകാശത്തു നിന്നുള്ള കാഴ്ച വളരെ അപൂർവമായിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കക്കാടംപൊയിലിൻ്റെ ഡ്രോൺ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 പുതുവർഷത്തിൽ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. ഈ വർഷം നമുക്ക് വിദേശ യാത്രകളടക്കം ഒരുപാട് യാത്രകൾ നമ്മൾ പ്ലാനിലുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോകൾ തുടർന്നുള്ള ദിവസങ്ങൾ വരും. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. ഓക്കെ. അപ്പോൾ കക്കാടംപൊയിൽ ഞങ്ങൾ താമസിച്ച റോയൽ ബേ റിസോർട്ടിൽ നിന്നാണ് നമ്മൾ ഡ്രോൺ പറന്നു വരുന്നത്. അത്യാവശ്യം ചെറിയൊരു ഇൻഫിനിറ്റി പൂളോട് കൂടിയ നല്ലൊരു റിസോർട്ടാണ് റോയൽ ബേ റിസോർട്ട്. ധാരാളം റിസോർട്ടുകൾ ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മളെ ഡ്രോണ് നമ്മുടെ മെയിൻ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് ഇപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ അതിർത്തി പ്രദേശമായ ഈ കക്കാടംപൊയിൽ എന്ന് പറഞ്ഞ ഹിൽ സ്റ്റേഷൻ മുമ്പ് ചെറിയൊരു ഗ്രാമം മാത്രമായി അറിയപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള ധാരാളം സഞ്ചാരികൾ വന്നു പോകുന്ന ഒരു സ്ഥലം ആണ് നമ്മുടെ ഈ കക്കാടംപൊയിൽ എന്ന് പറയുന്നത്. അതിന് പ്രത്യേക കാരണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കാലാവസ്ഥയിലുള്ള ചെറിയൊരു തണുപ്പും മിക്കവാറും സമയത്തുണ്ടാകുന്ന ഒരു മൂടൽ മഞ്ഞും അങ്ങനെ കിട്ടുന്നൊരു ആംബിയൻസ് ആണ് ആളുകൾ ഇവിടെ വരാൻ കാരണം. താമരശ്ശേരി ഭാഗത്ത് നിന്ന് വന്നിട്ട് നമ്മുടെ കൂടരഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന നമ്മുടെ മലയോര ഹൈവേ ആണ് ആ കാണുന്നത്. വളഞ്ഞ് പുളഞ്ഞ് നമ്മുടെ കക്കാടംപൊയിലേക്ക് വരുന്ന നല്ല റോഡാണ്. കക്കാടംപൊയിൽ നിന്ന് ഈ ഭാഗത്ത് നിന്ന് വരുമ്പോൾ നിലമ്പൂർ ഭാഗത്തുനിന്ന് ഞാനിപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. അവിടുത്തെ റോഡിൻ്റെ അവസ്ഥ പോയവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ധാരാളം മലനിരകൾ ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. 2200ഓളം അടി ഉയരത്തിലാണ് കക്കാടംപൊയിൽ സ്ഥിതി ചെയ്യുന്നത്. കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ വന്നവർക്ക് ഒരു പക്ഷേ ഇതിൻ്റെ ഡ്രോൺ കാഴ്ചകൾ ചിലപ്പോൾ ഒരു വേറിട്ട അനുഭവം വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഡ്രോൺ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ചെല്ലുന്നത് ഇതായി കാണുന്നതാണ്, താഴെ കാണുന്നതാണ് നമ്മുടെ കക്കാടംപൊയിലെ ഈ ഒരു മെയിൻ ജംഗ്ഷൻ. അത്യാവശ്യം കടകളും ചെറിയ സൂപ്പർ മാർക്കറ്റും എല്ലാം അവൈലബിൾ ആണ് ഇവിടെ. പിന്നെ ഇപ്പോൾ എടുത്തു പറയേണ്ടത് കക്കാടംപൊയിൽ കേന്ദ്രീകരിച്ച് ധാരാളം റിസോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട്. കാരണം സഞ്ചാരികൾ ധാരാളം വന്നു തുടങ്ങിയതോടുകൂടി കക്കാടംപൊയിൽ ധാരാളം റിസോർട്ടുകൾ, സ്വിമ്മിംഗ് പൂളുകൾ ഉള്ളതും അല്ലാത്തതുമായിട്ടുള്ള ധാരാളം റിസോർട്ടുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റേ കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. താമസിക്കാൻ ഒരു സ്ഥലം കിട്ടാത്ത ഒരു ബുദ്ധിമുട്ട് ഇവിടെ വരാൻ സാധ്യതയില്ല. കക്കാടംപൊയിലെ പ്രധാനപ്പെട്ട കാഴ്ചയാണ്ടത് കോഴിപ്പാറ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ വെള്ളം വളരെ കുറവാണ് ഈ ഒരു സമയത്ത്. പക്ഷേ അത്യാവശ്യം വെള്ളമുള്ള സമയത്ത് നല്ലൊരു വാട്ടർഫാൾ തന്നെയാണ് ഇവിടെ കോഴിപ്പാറ വാട്ടർഫാൾ. കാടിന് നടുവിൽ ഫോറസ്റ്റിൻ്റെ അധീനതയിലാണ് നമ്മുടെ ഈ ഒരു കോഴിപ്പാറ വെള്ളച്ചാട്ടം ഉള്ളത്. ഇവിടേക്ക് എൻട്രി ഫീ ഉണ്ട്. അവിടെ ഫോറസ്റ്റിൽ നിന്ന് ഒരു 40 രൂപ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ കോഴിപ്പാറ വാട്ടർഫാളിലേക്ക് വരാനായിട്ട്. വെള്ളമുള്ള സമയത്ത് നല്ല കാഴ്ചയായിരിക്കും. ഇപ്പോൾ വെള്ളം കുറവാണ്. എന്നിരുന്നാലും കുറേ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ പുഴയിൽ ഇറങ്ങാനൊന്നും അനുവാദമല്ല കേട്ടോ. അതൊക്കെ കർശനമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് കണ്ടിട്ട് പോകാം. അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ ഈ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിലുള്ളത്. അപ്പോൾ വെള്ളമുള്ള സമയത്ത് വന്ന ആളുകൾ അതിൻ്റെ ഒരു അനുഭവം ഒന്ന് പറയണേ. അരീക്കോട് നിന്നും അതുപോലെ നിലമ്പൂരിൽ നിന്നും ഏകദേശം 23 കിലോമീറ്ററാണ് കക്കാടംപൊയിലേക്ക് ദൂരം എന്ന് പറഞ്ഞത്. കോഴിക്കോട് നിന്ന് ഏകദേശം 40 കിലോമീറ്റർ ദൂരമുണ്ട്. അതുപോലെ നിലമ്പൂരിൽ നിന്ന് തിരുവമ്പാടിയിലേക്കും തിരുവമ്പാടിയിൽ നിന്ന് നിലമ്പൂരിലേക്കും 2-3 സർവീസ് KSRTC ബസ് സർവീസ് ഇങ്ങോട്ട് അവൈലബിൾ ആണ്. അപ്പോൾ രാവിലെയും ഉച്ചക്കും വൈകിട്ടുമായിട്ട് സർവീസുകളുണ്ട് എന്നാണ് പറഞ്ഞത്. അതുപോലെ കക്കാടംപൊയിലിൻ്റെ ഒരു കുറേയേറെ ഭാഗങ്ങളുടെ 360 വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണ്, ഒരു പാറയാണത്. പൊട്ടൻപാറ ഇതാണോ എനിക്കറിയില്ല കേട്ടോ, കൃത്യമായിട്ട് എനിക്കറിയില്ല. പൊട്ടൻപാറ എന്ന് പറയുന്നൊരു പാറയുണ്ട്. പക്ഷേ അത് ഇത് തന്നെയാണോ എന്ന് എനിക്കറിയാം. അത് നമ്മുടെ ജംഗ്ഷനോട് ചേർന്നൊരു ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് നടന്ന് എത്താവുന്ന സ്ഥലമാണിത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ളതാണ് നമുക്കൊരു കക്കാടംപൊയിലിൻ്റെ ചുറ്റുഭാഗം, ഈ ഒരു പാറയ്ക്ക് ചുറ്റുഭാഗം നടന്നാൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു 360 വ്യൂ കിട്ടും. അത് നല്ലൊരു കാഴ്ചയാണ്. പിന്നെ അത്യാവശ്യം നല്ല ഫോട്ടോസ് ഒക്കെ ഇവിടുന്ന് എടുക്കാം. റീൽസൊക്കെ ചെയ്യുന്നവർക്കൊക്കെ അതെടുക്കാം. അതിനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ മലനിരകളാണ് ബാക്ക് റോഡ് കാണുന്നത്. അങ്ങോട്ട് ആൾതാമസമൊക്കെ വളരെ കുറവാണ്. വലിയ മലനിരകൾ, പശ്ചിമഘട്ടത്തിലെ വലിയ മലനിരകളൊക്കെ ഇവിടെ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്ക് കക്കാടംപൊയിലെ വലിയ കാഴ്ചകൾ എന്ന് പറഞ്ഞ വ്യൂ പോയിന്റുകൾ വളരെ കുറവാണെങ്കിലും ഇവിടുത്തെ ഒരു കാലാവസ്ഥയും ഈ പച്ചപ്പും ഒക്കെയാണ് കക്കാടംപൊയിലിൻ്റെ മനോഹാരിത. അത് തന്നെയാണ് സഞ്ചാരികളെ മുന്നോട്ട് ആകർഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എങ്ങനെയുണ്ട് എന്ന് കണ്ടിട്ട് ഒരഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും വരിക, വന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക.
അപ്പോൾ എങ്ങനെയുണ്ട് കക്കാടംപൊയിലിൻ്റെ ആകാശ കാഴ്ചകൾ? ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചകളും അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ